ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു സോയാബീൻ കറി ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവേ സോയാബീൻ അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ സോയാബീൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും കൂടെ കഴിക്കാൻ പാകത്തിനുള്ളൊരു കറിയാണ്. അതിനാദ്യം ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലയ്ക്ക, തൊലി കളഞ്ഞിട്ടാണ് ഇടേണ്ടത്. ഏലക്കയുടെ തൊലി ഇടരുത്, അത് കറിയിൽ വല്ലാതെ കടിക്കും. അപ്പോൾ 2 ഏലയ്ക്ക തൊലി കളഞ്ഞ് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബേ ലീഫും കൂടെ ചേർക്കുക. മസാലകളൊന്നും കൂടരുത്. ഒരു വളരെ ചെറിയ, നമ്മളെന്താ വെച്ചാൽ ലാസ്റ്റ് ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് വളരെ കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി, അത്രയും പെരിഞ്ജീരകവും കൂടെ ഇട്ടിട്ട് മൂപ്പിക്കുക. പെരിഞ്ജീരകം ആദ്യം ഇടരുത്, കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക. ഞാനിവിടെ ചോപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നല്ല വഴന്ന് ഏകദേശം ഒരു വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നവരെ വഴറ്റാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് മുന്തി നിൽക്കും, അത് ശ്രദ്ധിക്കുക. അതൊന്ന് നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറിൽ വരുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ 4ആയിട്ട് കീറിയിടുക. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടാം. അതിനനുസരിച്ച് ബാക്കി മുളകും പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ കുറച്ചാൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടരുത്. മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും ഏത് കറിക്കാണെങ്കിലും. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് കുരുമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടുതലിട്ട് മുളക് പൊടി കുറയ്ക്കാം, അല്ല മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു കഷ്ടി 2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി. ഞാൻ വറുത്ത മല്ലിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കുറച്ച് 1 ടീസ്പൂൺ നമ്മുടെ എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. അതിന് ശേഷം നല്ല ജീരകത്തിൻ്റെ, അതായത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകത്തിൻ്റെ കുറച്ച് പൊടിയും കൂടെ ചേർക്കുക. അതിന് ശേഷം ഒരു വലിയ തക്കാളി നന്നായിട്ട് അരച്ച് ചേർക്കുക. അതും കൂടെ ചേർത്ത് തക്കാളി നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചതും സോയാബീനും കൂടെ, സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഉപ്പും അല്പം എണ്ണയും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് ആ കഷ്ണങ്ങൾ, ഉരുളക്കിഴങ്ങ് വേവാനുള്ള, സോയാബീന് പ്രത്യേകിച്ച് വേവില്ല, ഉരുളക്കിഴങ്ങ് വേവാനുള്ള അത്രയും തിളച്ച വെള്ളം ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർക്കുക. ക്യാപ്സിക്കം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷേ ഈ കറിക്ക് ഒരു കഷ്ണം ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമുള്ളൂ. അധികം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുക. അപ്പോൾ ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് ആവശ്യത്തിന് മല്ലിയില, ഒരല്പം കസൂരി മേത്തി, അതും കൂടെ ചേർത്ത് ഇളക്കി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം ഇനി. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.